അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഫസ, കാസർഗോഡ് ഞാൻ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അതായത് ഇപ്പോൾ വഫാത്തായ നബി നമ്മൾ ദുആ കേൾക്കുന്നു, അതിന് ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കൽ ഷിർക്കാണോ അല്ലെങ്കിൽ ഹറാമാണോ? അങ്ങനെ അതിൻ്റെ ഹുക്കം എന്താണ്? അങ്ങനെ വിശ്വസിക്കൽ തേടുന്നല്ല, വിശ്വസിക്കൽ തന്നെ നമുക്ക് അനുവദനീയമാണോ അല്ലേ എന്നാണ് എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അഇന്നി വലാ തുഇൻ അലയ്യ വൻകുർനി വലാ തൻകുർ അലയ്യ വൻസുർനി അലാ മൻ ബഗാ അലയ്യ. അല്ലാഹുമ്മ സബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി വസദ്ദിദ് ലിസാനി വസ്ലിൽ സഹീമത സദ്രി. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത്, കാസർഗോഡുള്ള സുഹൃത്ത് ഫസ എന്ന് പറയുന്ന സഹോദരൻ ചോദിക്കാണ്, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ കേൾക്കുമെന്നും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് എന്താണ് ഹുക്കുമെന്നാണ്. ഇവിടെ ശറഇൽ ഒരാൾ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലഫ്ലുകളുടെ ശബ്ദം കേൾക്കുമെന്നല്ല. ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹു തആലയാണ് സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും നമ്മളിവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചു, നിങ്ങളത് കേട്ടു എന്നർത്ഥമല്ല. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് എന്നതൊരിക്കലും തന്നെ ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല. എന്താണ് ശറഇൽ സമീഉ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഇവിടെ സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൽ മുറാദു മിൻഹു അൻ യസ്മഅ സൗതദ് ദുആഇ. ഇവിടെ എന്താണ് ഇവിടെ പ്രാർത്ഥന കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ പ്രാർത്ഥനയിൽ ലഫ്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ വാക്കുകൾ കേൾക്കുമെന്നല്ല. ഫദാലിക മഅലൂമുൻ, അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ആണ് പ്രാർത്ഥന കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല മാത്രമാണ് ഈ പദങ്ങളുടെ ഈ ലഫ്ലുകൾ കേൾക്കുമെന്നർത്ഥമല്ല. മറിച്ച് എന്താണ്, ബലിൽ മുറാദു മിൻ അൻ യുജീബ ദുആഹു, നമ്മളെ പ്രാർത്ഥന അത് ഉത്തരം ചെയ്യാൻ തക്ക വിധത്തിലുള്ള കേൾവി എന്നർത്ഥത്തിലാണ്. അങ്ങനെ കേൾക്കാൻ അള്ളാഹു തആലക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പ്രാർത്ഥന അള്ളാഹു തആലക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അത് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മറ്റേത് പടക്കുമാകട്ടെ, അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വസ്ഫിൽ അല്ലെങ്കിൽ വിശേഷണങ്ങൾ പങ്കുചേർക്കലാണ്. ഇനി ഇൻഷാ അല്ലാഹ് സമീഉ ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല സമീഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. അള്ളാഹു തആല പടപ്പുകളുടെ കേൾവിയുടെ പരിമിതികളും അതുപോലെ തന്നെ അവരുടെ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ അവർ നശിച്ചു പോകുമൊക്കെ എന്ന് പറയുമ്പോൾ എന്നാൽ അള്ളാഹു തആല അവന്റെ കേൾവിയെ പറ്റി പറയുന്നുണ്ട്. വല്ലാഹു അസ്സ വജല്ല അസ്സമീഉ ലിദുആഇൽ ഖൽഖി വൽഫാസിഹിം ഇൻദ തഫറുഖിഹിം വജ്തിമാഇഹിം. അഥവാ അള്ളാഹു തആല ഈ പടപ്പുകളുടെ ഒക്കെ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അത് നമ്മൾ ഒറ്റക്കാണെങ്കിലും കൂട്ടമാണെങ്കിലും. അപ്പൊ ഒറ്റക്കാണെങ്കിലും കൂട്ടമാണെങ്കിലും അതൊക്കെ കേൾക്കാൻ തക്ക രീതിയിലുള്ള കേൾവി അത് അള്ളാഹു തആല മാത്രമുള്ളൂ. മറിച്ച് ഒരു മനുഷ്യനില്ല. അങ്ങനെ മനുഷ്യൻ അങ്ങ് എല്ലാ പടപ്പുകളുടെയും ഒക്കെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ വസ്ഫിൽ, അവന്റെ സെമിയ എന്ന വിശേഷണത്തിൽ പങ്കുചേർക്കാൻ മഅഖ്തിലാഫി അൽസിനതിഹിം വലുഗാതിഹിം, അത് വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദി, അറബി, മലയാളം ഒക്കെ ഭാഷകളാകട്ടെ, ആ ഭാഷകളൊക്കെ എന്ത് ഭാഷയായി കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മറ്റ് പടപ്പുകളാകട്ടെ അതൊക്കെ കേൾക്കും, അതൊക്കെ ഉത്തരം ചെയ്യുമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വസ്ഫിൽ, അള്ളാഹുവിന്റെ സെമിയ എന്ന വിശേഷണത്തിൽ പങ്കുചേർക്കലാണ്. യഅലമു മാ ഫീ ഖൽബിൽ ഖായിൽ ഖബ്ല യഖൂൽ, അഥവാ ഈ പറയപ്പെടുന്ന ആൾക്ക് പ്രാർത്ഥിക്കാൻ അവന്റെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നില്ല, പക്ഷെ അവന്റെ മനസ്സിൽ എന്തുണ്ട്, ഈ പ്രാർത്ഥന ഉണ്ട്. വയഅജിദുൽ ഖായിലു അൻ തഅബീർ അൻ മുറാദിഹി, അഥവാ അവന്റെ മനസ്സിലുള്ള കാര്യം അവന് വായ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഫയഅലമുല്ലാഹു ഫിഅതിഹി അല്ലസീ ഫീ ഖൽബിഹി, അവന്റെ മനസ്സിലുള്ള കാര്യം അല്ലാഹു തആല നൽകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേൾവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുപോലെ തന്നെ മറ്റൊരൊറ്റ പടപ്പിനും കേൾക്കാൻ കഴിയില്ല. അപ്പൊ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അർത്ഥത്തിലൊരു കേൾവി കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ല മറ്റുള്ള ഏതെങ്കിലും പടപ്പുകൾ കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ സമീഉ ദുആ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്.
ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. അള്ളാഹു തആല വളരെ കൃത്യമായി പറയുന്ന അമ്മ യുജീബുൽ മുഖ്തറ ഇദാ ദഅാഹു എന്നുള്ള ആയത്തും, അതുപോലെ ഇദാ സഅൽത ഫസ്അലില്ലാ വസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും, ഈ ഹദീസിനെയും അതുപോലെ തന്നെ ഈ ആയത്തിനെയും വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായിട്ടുള്ള ഇബ്നു അത്താർ റഹിമഹുല്ലാ, അദ്ദേഹം ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ അർബഈൻ നവവിയുടെ ഹദീസിന് ശറഹ് ചെയ്തിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത്, ഇവിടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടപ്പുകൾക്ക് കഴിയാത്ത ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇവിടെ ഇദാ സഅൽത ഫസ്അലില്ലാ വസ്തഅൻത ഫസ്തഇൻ ബില്ലാ മഅനഹു അൽ-അംറു ബിൽ ഇഖ്ലാസി വ തർക്കുൽ ഇഅ്തിമാദി അലൽ വസായിതി. അഥവാ അല്ലാഹു തആലയോട് മാത്രമാണ് ചോദിക്കേണ്ടത്, അല്ലാഹു തആല മാത്രമാണ് സഹായം തേടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൽപ്പനയാണ് അല്ലാഹു തആലക്ക് മാത്രമാക്കുക. അതുപോലെ തന്നെ ഒരു മധ്യവർത്തിയെയും എന്ത് ചെയ്യരുത്, അവലംബിപ്പിക്കാൻ പാടില്ല. ഇത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖദ് സകറൽ മുഫസ്സിറൂന ഫീ ഖൗലിഹി തആല അമ്മൻ യുജീബുൽ മുഖ്തറ ഇദാ ദഅാഹു. സൂറത്തുൽ നംലിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വെല്ലുവിളിക്കുകയാണ്, ആരുണ്ട് അൽ മുഖ്തർ എന്ന് പറയുന്ന ഈ പ്രയാസഘട്ടത്തിലും ദുരിതഘട്ടത്തിലും ഒക്കെ ആ അവസ്ഥയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ ആരുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹു താല ഇത് അള്ളാഹിന് പുറമെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനില്ല, മറിച്ച് ഞാൻ പറയണം നിന്നെ തല്ലാൻ വരാനുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. അങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പടപ്പിനും സാധ്യമല്ല. ഇനി കേട്ടോളൂ, ഒരു മുഖ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അവൻ ഒരു കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പടപ്പിനോട് സഹായം തേടിയതിന് ശേഷം പിന്നെ ഒരൊറ്റ പടപ്പിനും ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഷയത്തിൽ അള്ളാഹു താലക്ക് മാത്രം ഇഖ്ലാസോട് കൂടി ചോദിക്കുന്ന ഒരവസ്ഥയാണ് മുഖ്തറിന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾ അതീതമായിട്ടുള്ള ഒരു അവസ്ഥ, സൃഷ്ടികൾക്ക് നൽകാത്തൊരവസ്ഥയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുവാൻ അള്ളാഹു താലക്ക് മാത്രമേ കഴിയൂ. ഇത് അള്ളാഹു താല വ്യക്തമാക്കി തരികയാണ്. ഇനി ഇൻഷാ അല്ലാഹ് പടപ്പുകൾ അള്ളാഹു താലക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്ന് അള്ളാഹു താല പറയുമ്പോൾ പടപ്പുകൾക്ക് കഴിയില്ല എന്നതും അള്ളാഹു താല വ്യക്തമാക്കി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടക്കാം. സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു താല അള്ളാഹുവിനെ പുറമെ പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു താല പറയുന്നു, അവർ നിങ്ങളുടെ പോലെ അടിമകളാണ്. അഥവാ ആരുമാകട്ടെ, ഈസാ നബി അലൈഹി സ്വലാം ആകട്ടെ, ഉസൈൻ നബി അലൈഹി സ്വലാം ആകട്ടെ, അതുപോലെ തന്നെ മറ്റ് പ്രവാചകരും, അള്ളാഹു അല്ലാത്ത ഏതൊരു പടപ്പിനോട് താങ്കൾ പ്രാർത്ഥിക്കുന്നുവോ അവർ തങ്ങളെ പോലെയുള്ള അടിമകളാണ്. ഫദ്ഉഹും, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൽപ്പനയല്ല, മറിച്ച് അതൊരു വെല്ലുവിളിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിന് സാധ്യമല്ല എന്നത് തെളിയിക്കുകയാണ്. സ്വാധികം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യട്ടെ, ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നൽകാൻ കഴിയില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇമാം ഖുശൈരി അദ്ദേഹത്തിന്റെ തഫ്സീൽ പറഞ്ഞൊരു കാര്യമാണ്, ഇദാ ഖുറിനത് ദറൂറത്തു ബിദ്ദറൂറത്തി തദാഅഫൽ ബലാ. അഥവാ ഒരു പ്രയാസഘട്ടം ദുരിതമുള്ള ആള് മറ്റൊരു ദുരിതമുള്ള ആൾക്കാരെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ ദുരിതം ഇരട്ടിക്കുകയുള്ളൂ, അതുപോലെ തന്നെ ആ പ്രയാസങ്ങളൊക്കെ കൂടുകയുള്ളൂ. ഫൽ മഖ്ലൂഖു ഇദസ്തആന ബിമഖ്ലൂഖിൻ മിസ്ലിഹി ഇസ്ദാദ ബഅദു മുറാദിഹി അൻ നുജ്. അഥവാ ഒരു മനുഷ്യൻ ഒരു അടിമ മറ്റടിമയോട് ഈ തരത്തിലുള്ള അഥവാ അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും എന്തെങ്കിലും വിജയം പ്രാപിക്കുകയില്ല. അവൻ എങ്ങനെയാണ് അവനെ പോലെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ ഇങ്ങനെ ശിക്കായത്ത് അഥവാ ഈ തരത്തിലുള്ള കംപ്ലൈന്റ് പറയുക? ഇത് വലിയ വ്യക്തമായിട്ടുള്ള ഖത്താണ്, തെറ്റാണ്, അതുപോലെ ബാത്തിലാണ് എന്നാണ് ഇമാം ഖുശൈരി അദ്ദേഹത്തിന്റെ തഫ്സീൽ പറയുന്നത്. അപ്പോൾ ഒരു അടിമ മറ്റടിമയോട് ഇത്തരത്തിൽ അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ അവൻ മറ്റു പടപ്പുകളോട് ചോദിക്കുകയും ആ ചോദിച്ചിട്ട് അവൻ ഉത്തരം നൽകുകയും എന്നുള്ള വിശ്വാസമൊക്കെ യഥാർത്ഥത്തിൽ ബാത്തിലായതും അതുപോലെ ഖത്തവുമായിരുന്ന വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹുക്മ ചെയ്തിട്ടുള്ളത്
പ്രാർത്ഥന കേൾക്കുന്നത് ഇവിടെ വിശദീകരിച്ചു. അത്തരത്തിലുള്ള പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല മാത്രം അവകാശപ്പെട്ടുള്ള കാര്യമാണ്. അള്ളാഹു താലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള ഗുണവിശേഷങ്ങൾ മറ്റുള്ളവർ ചേർത്ത് കഴിഞ്ഞാൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സൃഷ്ടികൾക്ക് കഴിവിനതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതല്ലാത്ത മറ്റുള്ളവരോ ഇത്തരം പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വസ്ഫിൽ ഗുണവിശേഷങ്ങൾ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹുക്ം ഷിർക്ക് തന്നെയാണ്. വല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ദുആ കേൾക്കുന്നു, അതിന് ഉത്തരം നൽകുമെന്നും പറഞ്ഞെങ്കിൽ ഷിർക്ക് എന്നാണ് ഉസ്താദ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ ഷിർക്ക് ചെയ്യുന്നവനായി, അങ്ങനെയല്ലേ ഉസ്താദ് പറയുന്നത്? അപ്പോൾ അതേ സമയത്തില്ലേ ഉസ്താദ്, ഇത് ഇബ്നു തൈമിയാൻ്റെ ഒരു ഇബാറത്തുണ്ട്, അതിൻ്റെ ഇത് പറയണം നിങ്ങൾ എത്രത്തോളം അത് ശരിയാണെന്ന്. ആദ്യം അത് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ ഇബ്നു തൈമിയാൻ്റെ ഒരു ഇബാറത്തിൽ പറയുന്നുണ്ട്, വഫാത്തായ നബിനോട് ചോദിച്ചിട്ടുമുണ്ട്, ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഇബ്നു തൈമിയ. അപ്പോൾ ഇബ്നു തൈമിയാവും ഷിർക്ക് ചെയ്ത ആളാണോ അല്ലെങ്കിൽ എങ്ങനെ പിഴച്ചതാണോ? അതേ വിശ്വാസം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഷിർക്കായിട്ടുള്ള വിശ്വാസമില്ലേ, അങ്ങനെ വിശ്വസിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്നു ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കൽ അള്ളാഹിൻ്റെ ഇതിൽ കൈകടത്തൽ, അള്ളാഹിൻ്റെ ഒരു വിശേഷണങ്ങളിൽ കൈകടത്തലാണ്, അത് ഷിർക്കാണെന്ന് പറഞ്ഞില്ലേ? ഇബ്നു തൈമിയാവും അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇബ്നു തൈമിയ ഷിർക്ക് ചെയ്ത ആളാണോ, പിഴച്ച വിശ്വാസം ഉണ്ടായ ആളാണോ? ഒന്ന് വിശദീകരിക്കുക പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പോൾ നമ്മുടെ സഹോദരന് ചോദ്യമാണ്, ഇപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് സാങ്കല്പികമായി ചിന്തിക്കുക. അങ്ങനെ താങ്കൾ വിശ്വസിക്കാതിരിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് മുൻ കഴിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരാണ് ഇമാം കുശൈരിയും അതുപോലെ തന്നെ ഇമാം അസ്ഫഹാനിയും അതുപോലെ തന്നെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ളാഹ്. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങൾ കൃത്യമായി തന്നെ പ്രാർത്ഥന കേൾക്കുന്നു അല്ലാഹു തആല മാത്രമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു അള്ളാഹു മാത്രമാണ്, അത് വിശ്വസിക്കൽ ഷിർക്കാണെന്നുള്ളത് പറഞ്ഞിരിക്കെ, അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹുവിന്റെ മുൻ കഴിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആ കാര്യം അതൊരിക്കലും നമ്മുടെ സഹോദരൻ എന്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, സാങ്കല്പികമായി ഇരിക്കാം, എന്നാൽ നിങ്ങൾ മുശ്രിക്കാണ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇബ്നു അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഫിഖ്ഹ്പരമായിട്ട് പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഫൽ ജാഹിലു വൽ മുഖ്തി മിൻ ഹാദിഹിൽ ഉമ്മത്തി. അപ്പോൾ ഒരു ജാഹിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ജാഹിലല്ല, മറിച്ച് വിവരമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു മുഖ്തി അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ മേലിൽ തെറ്റ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, വലൗ അമില മിനൽ കുഫ്രി വശിർക്കി മാ യകൂൻ സാഹിബുഹു മുശ്രിക്കൻ ഔ കാഫിറൻ. അദ്ദേഹം ആ ഒരു കുഫ്ർപരമായിട്ടുള്ള അല്ലെങ്കിൽ ശിർക്ക്പരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും കാഫിറോ മുശ്രിക്കോ ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. ഫഇന്നഹു യഅ്സിറു ബിൽ ജഹ്ലി വൽ ഖതഇ. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഉസ്ർ അല്ലെങ്കിൽ ഇളവ് നൽകിയേക്കാം അല്ലാഹു തആല ഇൻഷാ അല്ലാഹ്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഹത്താ തതബയ്യന ലഹുൽ ഹുജ്ജ, അദ്ദേഹത്തിന്റെ മേലെ ഹുജ്ജത്ത് സ്ഥാപിക്കണം. നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ. അപ്പോ ഹാജരാക്കിയിട്ട് ഇനിയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങളും അള്ളാഹു തമ്മിലാണ്. കാരണം ഇവിടെ ഒരു ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമിക കോടതിയോ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തോ ഉള്ള ഒരാളെ ഇതല്ല, ഒരു കാര്യമല്ല ഒരാളെ തക്ഫീർ ചെയ്യാൻ ഇന്നെ പോലത്തെ ഉള്ള സാധാരണക്കാരന് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തക്ഫീർ ചെയ്യേണ്ടത്, ഒരാളെ തഈൻ ചെയ്ത് തക്ഫീർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർണയിച്ചുകൊണ്ട് തക്ഫീർ ചെയ്യുന്നത് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കോടതിയാണ്, അതല്ലാതെ സാധാരണക്കാരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാഫിറൊന്നും മുശ്രിക്കോ ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ വ്യക്തമായി നമ്മൾ തെളിവുകൾ ഹാജരാക്കും, പിന്നെ അത് നിങ്ങളും അള്ളാഹു തമ്മിലായി. ഇനി ഇൻഷാ അല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിന്റെ കാര്യത്തിൽ കിടക്കാം.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതല്ലാത്ത പണ്ഡിതന്മാർ എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുക. നിങ്ങൾ ചോദ്യം പ്രാർത്ഥനയാണല്ലോ, ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുക, പ്രാർത്ഥനക്ക് കേൾക്കുക, അത് അള്ളാഹു താലക്ക് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹു അല്ലാത്ത പ്രാർത്ഥന കേൾക്കുക, പ്രാർത്ഥന ഉത്തരം ചെയ്യുക എന്നതിൽ ഇസ്ലാമിന്റെ എല്ലാ പണ്ഡിതന്മാരും ഏകോപനമായിട്ട് അംഗീകരിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഇഹ്ദാഹ അൻ യദുഅ ഗൈറല്ലാഹി വഹുവ മയ്യിത്തുൻ ഔ ഗായിബുൻ സവാഉൻ കാന മിനൽ അംബിയാ വസ്സാലിഹീൻ ഔ ഗൈരിഹിം. അത് ഒരാള് അള്ളാഹു അല്ലാത്തവരോട് മയ്യിത്താകട്ടെ അല്ലെങ്കിൽ അസാന്നിധ്യത്തിലുള്ള ഒരാളാകട്ടെ, അവര് അമ്പിയാക്കളാകട്ടെ അല്ലെങ്കിൽ അമ്പിയാക്കളാകട്ടെ സാലിഹീങ്ങളാകട്ടെ, അവർ പറയുന്നു യാ സയ്യിദി യാ ഫുലാൻ അഹിസ്നി എന്ന തരത്തിലുള്ളവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു. വനഹു ദാലിക ഫഹാദാ ഹുവ ശിർക്കു ബില്ലാഹ്, ഇത് പച്ചയായിട്ടുള്ള ഷിർക്കാണ്. മറ്റ് പല ഗ്രന്ഥത്തിലും അത് ഇജ്മാഇന്റെ അടിസ്ഥാന ഷിർക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുമ്പോൾ ഇസ്തിശ്ഫാന് അഥവാ തവസ്സുൽ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു താലയോട് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ മറ്റ് സൃഷ്ടികളോട് ചോദിക്കുന്നത് അത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇടാം. കാരണം വെച്ചാൽ താങ്കൾ അത് കേട്ടിരിക്കാനുള്ള എന്നുള്ളൊരു ഊഹത്തിൽ ഞാൻ വീണ്ടും അത് ഇടാം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ദുആനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അഥവാ നമ്മൾ ഇസ്തിഗാസ അഥവാ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസയെ നമ്മൾ തടയുന്നത്, അത് ഒരു പടപ്പിനോടുള്ള ഇസ്തിഗാസ നമ്മൾ തടയുന്നത് അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന, അള്ളാഹു താലക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യത്തിലാണ്. ഏതുപോലെ റഹ്മത്തി വൽ മഗ്ഫിറത്തി വൽ റിസ്ഖി വൽ ഹയാത്തി, ഇത്തരം കാര്യങ്ങൾ അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ, അഥവാ ഒരു സൃഷ്ടിക്കും കഴിയില്ല, കേൾക്കാനും കഴിയില്ല, നൽകാനും കഴിയില്ല. ഫലാ യുഖാൽ യാ മുഹമ്മദ് ഇഗ്ഫിർലി ഔ ഇർഹംനി ഔ ഇർസുഖ്നി ഔ അജിബ്നി ഔ അഅ്തിനി മാലൻ വ വലദ ലിഅന്ന ദാലിക ശിർക്കുൻ ബിഇജ്മാ. അതുകൊണ്ട് തന്നെ നബിയെ എനിക്ക് പാപങ്ങൾ പൊറുക്കണമേ, എനിക്ക് ഇങ്ങനെ സന്താനങ്ങൾ നൽകണമേ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ രീതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അഥവാ അള്ളാഹു താലക്ക് പുറമെ മറ്റൊരു പടപ്പ് അത് കേൾക്കും ഉത്തരം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ എന്താണ് അത്? മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള വിഷയമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇത് ഇസ്തിശ്ഫ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഇതിനെന്താ മറുപടി നൽകിയിട്ടുള്ളത്? അന്നമാ ദക്കർതും അംറുൻ മുജ്മഅൻ അലൈഹി മഅലൂമുൻ ഇൻദ സഗീറിൽ മുസ്ലിമീന ഫദ്ലൻ കബീറിഹിം. താങ്കൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള അതിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. കാരണം എന്താണ്? അള്ളാഹുക്ക് പുറമെ ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് തേടുന്നതോ അതുപോലെ അവരിലേക്ക് ചെയ്ത് പറയുന്നതോ ഒരിക്കലും തന്നെ ശരിയല്ല. അഥവാ അള്ളാഹു താലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റ് സൃഷ്ടികളോട് അവരോട് ചോദിക്കലോ അവരിലേക്ക് ചേർത്ത് പറയുന്നത് ശിർക്കാണെന്നതിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇസ്തിശ്ഫായിനെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചിട്ടുണ്ട്. പറയുന്ന കാര്യം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്ന ആ കാര്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഒരിക്കലും തന്നെ നമ്മളുടെ ചർച്ചയ്ക്കെടുത്ത ദുആഇനെ കുറിച്ചിട്ടേ അല്ല, മറിച്ച് ദുആക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യമാണ്. രണ്ട് നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നതിൽ എന്തില്ല, രണ്ടഭിപ്രായമില്ല. അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക എന്നതിൽ എല്ലാ മുസ്ലിം ഉമ്മത്തിലെ ഇമാമിയങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. അഥവാ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ തരുന്ന നബിയെ എനിക്ക് സന്താനങ്ങൾ നൽകണമേ, അതുപോലെ തന്നെ നബിയെ എന്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തവസ്സുൽ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരും തവസ്സുൽ എതിർക്കുന്ന പണ്ഡിതന്മാരും ഒരേപോലെ അംഗീകരിച്ചുള്ള സത്യമാണ്. അത് ശിർക്കാണ്, അള്ളാഹുൽ പങ്കു ചേർക്കലാണ്, അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന സംഗതിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനെപ്പറ്റി നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹം അത് അംഗീകരിച്ച പണ്ഡിതനാണ്? ഒരിക്കലുമല്ല. وكذلك الأنبياء الصالحون وإن كانوا أحياء في قبورهم وإن قدر أنهم يدعون للأحياء وإن وردت به آثار فليس لأحد أن يطلب منهم ذلك ولم يفعل ذلك أحد من السلف لأن ذلك ذريعة إلى الشرك بهم وعبادتهم من دون الله. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ അമ്പിയാക്കൾ എന്താണ്? അവർ ഖബറിൽ ജീവിച്ചിരിപ്പവരാണ്. അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നമ്മളെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. പക്ഷേ അതൊക്കെ എന്താണ്? അള്ളാഹുവിലേക്ക്
ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അടക്കുന്ന ഒരു കാര്യമാണ്, ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ പാടില്ല. മാത്രമല്ല നമ്മുടെ പൂർവികരായിട്ടുള്ള ആരും തന്നെ അത് പ്രവർത്തിച്ചിട്ടുമില്ല. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിൽ വ്യക്തമായി തന്നെ ഒരു കാര്യമുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൊടുക്കുന്നു. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. സഹോദരന്മാരെ, ഇവിടെ ഈ റെഡ് ലൈൻ ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് മൊത്തം കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കദാലിക സുആലു ബഅ്ദുഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വരി കഴിഞ്ഞ ശേഷം പിന്നെ അവരുടെ അടുത്ത വരി വഖ്സറു ഹൗലൈ സായിലീന അൽ മുൽഹീന എന്നുള്ളതാണ്. ഒരു പാരഗ്രാഫ് മൊത്തം കട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ സിദ്ദീഖ് മുസ്ബാഹും അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. പച്ച വഞ്ചനയാണ്. ഇങ്ങനെ ചെയ്യരുത്. ഒരു പണ്ഡിതന്റെ ഇബാറത്ത് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് വിശദീകരിച്ച് തരിക. അതല്ലാതെ ഒരു ഭാഗം മുഴുവൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന ഭാഗം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ എന്താണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടാമെന്ന് കഴിഞ്ഞാൽ ഉത്തരം നൽകുന്നതോ അതെന്താണ് ഒരിക്കലും തന്നെ എന്തല്ല, ആ ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. കാരണം ചോദിക്കപ്പെടുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നത് ചിലപ്പോൾ നരകമാണ് കിട്ടുക. ആ എന്തുകൊണ്ടാണ് നരകമാണ് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ്, ചിലപ്പോൾ അല്ലാഹു തആല അനുവദിക്കപ്പെടാത്ത കാര്യമാണ് ചിലപ്പോൾ നൽകുക, പക്ഷെ അതിലൂടെ അവർക്ക് നരകമാണ് കിട്ടുന്നത്. കാരണം എന്താണ്, ഞാൻ കൊടുക്കുന്നത് എന്റെ സ്വഭാവം പിശുക്കല്ലാത്ത കാരണത്താലാണ്. ആ ഭാഗം മുഴുവൻ കട്ടിവെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സഹോദരൻ അറിയാണ്ട്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, എവിടെയെങ്കിലും വന്നിട്ട് കൊണ്ടുവന്നായിരിക്കും, ആ ഭാഗം മുഴുവൻ കട്ടിവെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനാ സഹോദര ഒരു ഇബാറത്ത് അതെടുക്കുക, എന്നിട്ട് അവനാൾക്ക് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇടുക, അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യമാകട്ടെ, പ്രാർത്ഥന അല്ലാഹു തആല മാത്രമേ കേൾക്കുള്ളൂ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്ന കാര്യം അതും നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ്, അത് ഷിർക്കിലേക്ക് പോകുന്ന കാര്യമാണ്, അല്ലാഹു അല്ലാത്ത ഇബാദത്തിലേക്ക് പോകുന്ന കാര്യമാണ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും തന്നെ അദ്ദേഹം ഷിർക്ക് പ്രചരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷിർക്കിലേക്ക് പോകുന്നവരെ തടയുന്ന പണ്ഡിതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി എൻ്റെ സഹോദരനോട് എനിക്ക് ദയവ് ചെയ്ത് അപേക്ഷിക്കാനുള്ളത്, ഒരു ഇബാറത്ത് വരുമ്പോൾ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമെടുത്ത് മറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഇടയ്ക്കുള്ള വരി വഅലൈക അൻ തഅലമ അന്ന ഇജാബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ഗൈരിഹി ലിഹഉലാഇ സായിലീൻ ലൈസ മിമ്മ യദല്ലു അല ഇസ്തിഹ്ബാബി സുആൽ ഫഇന്നഹു ഹുവൽ ഖായിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ നരകമാണ് കൊടുക്കുന്ന ഭാഗം എന്തിനെ മറച്ചു വെച്ചു? വല്ലാഹി അത് യഥാർത്ഥത്തിൽ ഈ യഹൂദി നസ്രാനികളുടെ പരിപാടിയാണ്. എന്നാൽ അവർ ചെയ്യല്, അവർക്ക് ആവശ്യമില്ലാത്ത ഭാഗം കൈ കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ദയവ് ചെയ്ത് എൻ്റെ സഹോദരൻ അഥവാ ഈ സമസ്തക്കാര വിശ്വാസത്തിൽ പെട്ടിരിക്കുന്നതാണെങ്കിൽ അത് വലിച്ചെറിയണം. വല്ലാഹി ഞാൻ പറയാം, വല്ലാഹി ഇസ്തിഗ്ഫാറിനെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും നമ്മൾ നാട്ടിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ആണെങ്കിൽ അത് ഷഈസമാണ്, അത് കുഫ്റാണ്, ഷിർക്കാണ്. പണ്ഡിതന്മാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ജസാക്കുമുല്ലാഹി അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഞാനിത് കട്ട് ചെയ്തിട്ടിട്ടോന്നല്ല ഉസ്താദേ, ഇത് എനിക്ക് എങ്ങനെ കിട്ടിയത് അത് ഇതിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്, ഈ ഭാരത്ത് ഇങ്ങനെയുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ ഈ ചുവന്ന മഷിയിൽ ഉണ്ട് എന്ന് പറയുന്നില്ലേ, അത് നിങ്ങൾ എഡിറ്റ് ചെയ്തതല്ല എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതായത് ഈ കിതാബാൻ പറ്റും നിങ്ങളെ കയ്യിലുണ്ടാവും, കിതാബിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിപ്പോൾ കമ്പ്യൂട്ടറിലല്ല രണ്ടും ഉള്ളത്. ഒന്ന് ഞാനിട്ടത് ഒരു അച്ചടിച്ച വന്ന സംഭവം, അത് നിങ്ങൾ പറയുന്നത് ഇത്ര കട്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിട്ടതിൽ നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത പോലെയാണ് ഉള്ളത്. അതിലേക്ക് ആഡ് ആക്കിയെന്ന് പറഞ്ഞാലും രണ്ട് വശം ഉണ്ടല്ലോ അതിന്. നിങ്ങൾക്ക് ആഡ് ആക്കുകയും ചെയ്യാം, സമസ്തക്കാർക്ക് കട്ടാക്കുകയും ചെയ്യാം, രണ്ടും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കിതാബാ മറ്റുണ്ട്, കിതാബിൽ നിങ്ങൾക്ക് ശരിക്കുള്ള പോലെ വീഡിയോ കാണിക്കാനാ മറ്റും പറ്റുമോ? ഇപ്പോൾ ഖുറാൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ, ഇതാണ് സൂറത്തിലെ 5-ാമത്തെ സൂറത്തിലെ 10-ാമത്തെ ആയത്ത് ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടാ, അല്ലെങ്കിൽ രണ്ട് വശം ഉണ്ടല്ലോ ഉസ്താദ് അതിന്. ഇപ്പം നിങ്ങളിപ്പോൾ ആഡ് ചെയ്തതല്ല എന്നും പറയാനും പറ്റില്ല, ഇവർ കട്ട് ചെയ്തതല്ല എന്നും പറയാൻ പറ്റില്ല.
ഇപ്പം ഈ നമ്മളോ സാധാരണ ആൾക്കാരാണ്, നമുക്കറിയില്ല ഇങ്ങനെ കിതാബിൻ്റെ കാര്യങ്ങളൊന്നും. ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുമോ, ഇതിൻ്റെ ഒറിജിനൽ കിതാബിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം എഡിറ്റിങ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഉസ്താദിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ കാണുന്നുള്ള, കിതാബിലൊന്നല്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഖ്തിദാ സിറാത്തിൽ മുസ്തഖീമിന്റെ കിതാബ് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇപ്പോൾ നാട്ടിലാണ്, എൻ്റെ സഹോദരൻ സൽമാൻ്റെ കയ്യിലാണുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അത് ആവശ്യമാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഉസ്താദെ, അതിൻ്റെ ആ കിതാബിൽ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കിതാബിൻ്റെ ഫ്രണ്ട് പേജും അതിൻ്റെ ഒരു പേജ് ഉണ്ടാവുമല്ലോ നമുക്ക്. പേജിൽ 255 അങ്ങനെ എന്തോ അല്ലേ വരുന്നത് ഉസ്താദെ? 255 അല്ലേ വരുന്നത് ഈ പുറത്ത്? 2-ൽ 255 ഉസ്താദ് ഈ പറഞ്ഞ പോലെ തന്നെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ കട്ട് ചെയ്ത പോലെയാണോ ഉള്ളത് എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ ഉപകാരമായി. കിതാബിലുള്ളത് തന്നെ കേട്ടോ ഉസ്താദെ. ഇത് പിന്നെയും PDF അല്ല ഉസ്താദെ. ഞാൻ ചോദിച്ചത് ഒറിജിനൽ കിതാബ് ഉണ്ടാന്ന് ചോദിച്ചത്. ഇപ്പം നമ്മൾ ഖുറാനല്ല, നമ്മൾ ഒറിജിനൽ ഫിസിക്കൽ ഖുറാൻ ഉള്ളതുപോലെ കിതാബ് ഉണ്ടാന്ന് ചോദിച്ചത്. PDF അല്ല. PDF ആകുമ്പോൾ പറഞ്ഞല്ലോ, അത് രണ്ടുപേർക്കും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ കിതാബിൽ തന്നെ എഴുതിയതുണ്ടാവുമല്ലോ, എൻ്റെ കിതാബായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഏത് ഇതിൻ്റെയും ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ, ബുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും ചോദിച്ചത് ഉസ്താദെ. PDF ആകുമ്പോൾ അതേപോലെ തന്നെയല്ലേ, ഇപ്പോൾ ഞാനിട്ടതും ഒരു PDF ആണ്, ഉസ്താദ് ഇട്ടതും ഒരു PDF ആണ്, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് തന്നതും ഒരു PDF ഫയലാണ്. അതിൻ്റെ ഒറിജിനൽ കിതാബ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇങ്ങനെ പേജ് നമ്പർ കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന കിതാബ് ഉണ്ടാവും എന്ന് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ സിദ്ദീഖ് മിസ്ബാഹി എന്ന് പറയുന്ന ആൾ ഇതാ വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞ ആ സെൻറ്റൻസ് തീർന്നതിന് ശേഷം ഇത്രയും ഭാഗം വഅലൈക അൻ തഅലമ അന്ന ഇജാബത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഗൈരിഹി ലിഹഉലൈ സായിലീന ലൈസ മിമ്മ യദുല്ലു എന്ന് പറയുന്ന ആ വാക്കുകളും ഇത് കണ്ടില്ലേ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് കൊടുക്കുന്നു? കാരണം വെച്ചാൽ ഞാൻ പിശുക്കനാണ്, പക്ഷേ ആ കൊടുക്കുന്നതിലൂടെ നരകമാണ് കിട്ടുക എന്ന ആ പറയുന്ന ഭാഗം, ഇത്രയും ഭാഗം വലൈക തഅലമ തൊട്ടിട്ട് അള്ളാഹു താല എൻ്റെ പിശുക്കനാക്കില്ലെന്ന് പറയുന്ന ഭാഗം വരെ കട്ടി വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ വക്സു ഹാ ഉലൈ സായിലീന അൽ മുലഹീന എന്ന് പറയുന്ന ഭാഗം. ഇൻഷാ അല്ലാഹ് അവരുടെ അതിലേക്ക് കടക്കാം. നോക്കിയ സഹോദരന്മാരെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഭാഗം കണ്ടില്ലേ? കദാലിക അയലമായി ഉർവ അന്വേഷം ഇത്രയും ഭാഗം ഒരു പാരഗ്രാഫ് മുഴുവൻ കട്ടിട്ട് പിന്നെ കദാലിക സ്വാലു ബഅദിഹിം ലിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫ് അവർക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒറിജിനൽ കിതാബ് അത് സ്കാൻ ചെയ്ത് ഇടുന്നതാണ്. ഇനി ഒറിജിനൽ കിതാബ് തന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരണോ? വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് തരാം. എൻ്റെ ഒറിജിനൽ കിതാബ് ഉള്ളത് നാട്ടിൽ സൽമാൻ്റെ അടുത്ത് കൊടുത്തേക്കാണ്. സൽമാൻ ഇപ്പോൾ ഡൽഹിക്ക് പോയിക്കാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഞാനിപ്പോൾ വേർഡ്സിന് വരണോ? ഇൻഷാ അല്ലാഹ് നോ പ്രോബ്ലം. ഇവിടെ ഏതെങ്കിലും മക്തബിൽ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം കിട്ടാനുള്ള ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഒറിജിനൽ കിതാബ് PDF ആക്കിയിട്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഇൻഷാ അല്ലാഹ് ഒറിജിനൽ കിതാബ് കിട്ട് കഴിഞ്ഞാൽ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒറിജിനൽ കിതാബ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ, നമ്മളെ പണ്ഡിതന്മാർ ആരെയും കയ്യിലുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നിങ്ങളല്ല നിങ്ങളെ ആൾക്ക് എന്തുകൊണ്ട് മറച്ചു വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ അവർക്ക് എതിരാവുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നത് മറച്ചു വെക്കുന്നു. സഹോദരൻ പറയാനുള്ള വെച്ചാൽ ഇത് ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിന്റെ കിതാബ് ആൾക്കാർ എന്ത് ചെയ്യുന്നതാണ്, അവർ സ്കാൻ ചെയ്ത് ഇടുന്നതാണ്. ഈ ഇൻഷാ അല്ലാഹ് ഒറിജിനൽ കിതാബ് എൻ്റെ കയ്യിലുള്ള കിതാബ് ഞാൻ സൽമാൻ കൊടുത്തേക്കാണ്. ഇനി അതല്ലാത്ത ഏതെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഇട്ടുതരാം. അത് പേടിക്കേണ്ട ആവശ്യമില്ല. മനഃപൂർവ്വം വല്ലാഹി ഞാൻ പറയുന്നത്, ഇത് ഞങ്ങൾ കടത്തിക്കൂട്ടുന്ന ആവശ്യമൊന്നുമില്ല. ഏത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഭാഗം നിങ്ങൾക്ക് കിട്ടും. ഏത് പ്രിന്റ്, ഏത് നുസ്ഖ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ ഭാഗം കിട്ടും ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഉസ്താദ് കയ്യിൽ ഞാൻ ഉണ്ടെങ്കിൽ എടുത്തു തരാം. അല്ലെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഏതെങ്കിലും ഒരു മക്തബയിൽ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം വേടിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ മേടിച്ചു തരാം. പക്ഷേ ഇത് വല്ലാഹി വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് ആരോടും തന്നിട്ടുള്ളത് ആ ഒരു വഞ്ചന ചെയ്തേക്കണം. ഇത്രയും വഞ്ചകന്മാർ, അത് യഹൂദി നസ്രാനിയുള്ള സ്വഭാവമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കാം. ഒറിജിനൽ തന്നെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൂടി തരും ഇൻഷാ അല്ലാഹ്. എൻ്റെ കയ്യിൽ എൻ്റേതാണ്, ഞാൻ നാട്ടിലേക്ക് സംവാദത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്. ഇനി ആവശ്യമായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ
വീഡിയോ എടുത്തിട്ട് തന്നെ തരാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ആ ഭാഗം അവർ മറച്ചു വെച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ ഉസ്താദ്, അതിൻ്റെ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒറിജിനൽ ബുക്കായിട്ട് തന്നെ, PDF അല്ല, ബുക്കായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ എനിക്കിത് തിരിച്ച് ചോദിക്കാമല്ലോ അവരടുത്ത്, അതെന്തിനാ അത്ര കട്ട് ചെയ്തതെന്ന് ചോദിക്കാമല്ലോ, അതിന് ഉപകാരപ്പെടും അത്. ഓക്കെ ഉസ്താദെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഉസ്താദ് അബു അഹമ്മദ് ഇൻഷാ അല്ലാഹ് അവലോകനം ചെയ്യുന്ന ഉസ്താദിന്റെ കയ്യിൽ കിതാബുണ്ട്. 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് കിട്ടും, വീഡിയോ ആക്കി തരും. ഓക്കെ, ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾ ചോദിച്ചോളൂ. ഇത് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഞാൻ തന്നെ എവിടെയെങ്കിലും മക്തബിൽ പോയിട്ട് മേടിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് വളരെ വഞ്ചന, ഇത് സിദ്ദീഖ് മിസ്ബാഹ് ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഇത്രയും വഞ്ചന ചെയ്യുന്നവൻ അവൻ മാത്രമാണ്. ഇല്ല ഉസ്താദ്, എനിക്ക് അത് തന്നെ ചോദിക്കാനുണ്ടായിരുന്നത്. കാരണം അത് ഇബ്നു തൈമിയക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു തൈമിയ പിഴച്ചതാവണമല്ലോ. അങ്ങനെ വഫാത്തായ നബി കേട്ടിനെന്നും ഉത്തരം നൽകിയെന്നും പറയുന്നുണ്ടെങ്കിൽ ഇബ്നു തൈമിയ പിഴച്ച തന്നെ ആണല്ലോ. അപ്പോൾ അതൊരു മനസ്സിലാവുന്നില്ല എന്ത് സംഭവം, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, വേറെ ഡൗട്ടല്ല, എനിക്ക് അതേ ഉണ്ടായിരുന്നു ഡൗട്ട്. ഇല്ല ഉസ്താദ്, എനിക്ക് അത് തന്നെ ചോദിക്കാനുണ്ടായിരുന്നത്. കാരണം അത് ഇബ്നു തൈമിയക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു തൈമിയ പിഴച്ചതാവണമല്ലോ. അങ്ങനെ വഫാത്തായ നബി കേട്ടിനെന്നും ഉത്തരം നൽകിയെന്നും പറയുന്നുണ്ടെങ്കിൽ ഇബ്നു തൈമിയ പിഴച്ച തന്നെ ആണല്ലോ. അപ്പോൾ അതൊരു മനസ്സിലാവുന്നില്ല എന്ത് സംഭവം, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, വേറെ ഡൗട്ടല്ല, എനിക്ക് അതേ ഉണ്ടായിരുന്നു ഡൗട്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൃത്യമായി തന്നെ അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം ആ കിതാബിൽ തന്നെ ഉണ്ട്. അത് അവർ ഉദ്ധരിക്കുന്ന തൊട്ട് മുന്നിലുള്ള ഭാഗം അവർ മറച്ചു വെച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉസ്താദ് തരും ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹിദ്മയിൽ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ അബു അഹമ്മദ് ഉസ്താദ് നമ്മുടെ ഇതിലേക്ക് വീഡിയോ ഇടും. അപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട്, കിതാബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരാമർശിക്കപ്പെടും, ഞാൻ മെൻഷൻ ചെയ്ത ഭാഗം നമ്മുടെ സമസ്തക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞാൻ അവർ അന്ന് ചോദിച്ചപ്പോൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ചോദിച്ചപ്പോൾ ഇല്ല, ഇതിലൂടെ നരകമാണെന്ന് കിട്ടുക എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും അവർ ഇത്തരത്തിൽ ആൾക്കാരെ കബളിപ്പിക്കുന്നത് പടച്ചു തമ്പുരാനെ പേടിയില്ലാത്ത ഒരു സമൂഹമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ അബു അഹമ്മദ് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇടും. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പോൾ നമ്മളെ ഫസ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഒരു സ്റ്റാൻസ് കൂടി തരാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സത്യം അംഗീകരിക്കുക. മുസ്ലിയാക്കന്മാരുടെ ഇത്രയും കബളിക്കുന്ന ആ പ്രവർത്തന കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുക, അവരെ വഞ്ചനയിൽ പെടാതിരിക്കുക. ജസാക്കുമുല്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമാനിൽ അക്മലാനി അലാ ഖാതിം റസൂലില്ലാഹ് നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹാദരനരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഗ്രന്ഥമാണ് ഏറെ ഇന്ന് വിവാദമാക്കി മുസ്ലിയാക്കന്മാർ കൊണ്ടു നടക്കുന്ന ഉദ്ധരണിയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥം യഥാർത്ഥത്തിൽ വലിയ തട്ടിപ്പാണ് അതിൽ ഈ മുസ്ലിയാക്കന്മാർ നടത്തിയിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ഒരു കാര്യം ആദ്യമേ മുന്നോടിയായി സൂചിപ്പിക്കുകയാണ്. അതായത് നാളിതുവരെയും മുസ്ലിയാക്കന്മാർ ചോദിച്ചു വന്നിരുന്ന കാട് അടക്കി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ചോദിച്ചു വന്നിരുന്ന ഒരു ചോദ്യമാണ്, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിച്ചു തരാമോ? ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഒരു പണ്ഡിതനും ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് സംവാദങ്ങളിലും ചർച്ചകളിലും അല്ലാതെയും എഴുത്തിലൂടെയും ഒക്കെ ഇവർ ചോദിച്ചിരുന്ന വലിയ ഒരു ചോദ്യം. എന്നാൽ ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതേ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിൽ
എന്തുണ്ട്? ഇസ്തിഗാസക്ക് തെളിവുണ്ട്, ഇസ്തിഗാസക്ക് തെളിവുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. അല്ലെങ്കിൽ അദ്ദേഹം ഇസ്തിഗാസ പറ്റും എന്ന് പറഞ്ഞ പണ്ഡിതനെ പോലെ അവതരിപ്പിക്കുകയാണ് ചില മുസ്ലിയാക്കന്മാർ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടി എന്ന് ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീമിലുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഇതിനല്ല വിരോധാഭാസം എന്ന് പറയുന്നത്, അല്ലേ? വിരോധാഭാസം എന്ന് പറയുന്നത് ഇതിനല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ പുസ്തകത്തിന്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ? വകദാലിക അയ്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അന്ന റജുലൻ ജാഅ ഇല ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫശകാ ഇലൈഹി എന്ന ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ഈ സംവാദവേദിയിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് സായുജ്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സായുജ്യം കണ്ടെത്തിക്കൊള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ വഞ്ചിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ പണി. നോക്കൂ, ഈ 484 പേജ് കണ്ടോ? വലൈസ ഹുവ മിമ്മാ നഹ്നു ഫീഹി എന്നതിന് ശേഷം ഉള്ള 485 നോക്കൂ. അതിന്റെ വഅലൈക അൻ തഅലം കണ്ടോ? വഅലൈക അൻ തഅലമ എന്ന് തുടങ്ങുന്ന ഈ ഭാഗം കട്ടുവെച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ തങ്ങളുടെ സായുജ്യം കണ്ടെത്തിയിട്ടുള്ളത്. എന്തൊരു വഞ്ചനയാണ്, എന്തൊരു വഞ്ചനയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? ഞാൻ വായിക്കാം. വഅലൈക അൻ തഅലമ അന്ന ഇജാബത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഗൈരിഹി ലിഹഉലാഇ സായിലീന ലൈസ മിമ്മാ യദുല്ലു അലാ ഇസ്തിഹ്ബാബി സുആൽ. നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ചോദിക്കാം, അത് അനുവദനീയമാണ്, സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത്, അതിന് തെളിവുണ്ടെന്നാണ് പഠിപ്പിച്ചത്. നഊദു ബില്ലാഹ്. മുസ്ലിയാക്കന്മാരെ എന്തൊരു തട്ടിപ്പും വഞ്ചനയുമാണ് നിങ്ങൾ കാണിക്കുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം ചില ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അദ്ദേഹം എടുത്തു കൊടുത്തുകൊണ്ട് പറയുകയാണ്. നോക്കൂ, ഇന്ന അഹദഹും ലയസ്അലുനി അൽമസ്അലത ഫഉതിയഹു ഇയ്യാഹ ഫയഖ്റുജു ബിഹാ യതഅബ്ബതുഹാ നാറ فقالوا يا رسول الله فلم تعتيهم قال يأبون إلا أن يسألوني ويأبى الله لي البخل. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തനിക്ക് അർഹതയില്ലാത്തത് എന്തെങ്കിലും റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ബഖീലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലായിക്കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചിട്ടുള്ളത്. നബിയുടെ സ്വഭാവമല്ല ബുഖ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നവന് അള്ളാഹുവിന്റെ റസൂല് കൊടുക്കും, പക്ഷെ അത് അവർക്ക് അർഹതപ്പെട്ടതല്ലാത്തത് അവർ ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നതും അർഹതപ്പെട്ടതല്ല, അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് നരകമാണ് എന്നാണ് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത്തരത്തിൽ നരകത്തിന്റെ കഷ്ണമാണ് അവർക്ക് ലഭിക്കുക എന്നുള്ള നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഉണർത്തിക്കൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെച്ചു. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിനെ നിങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്തത്, അല്ലേ? എന്തിനാ ഈ വഞ്ചന? ഒരു സുന്നത്താണെന്ന് പോലും ഒരു പണ്ഡിതന്മാരും പറയാത്ത, അനുവദനീയമാണ് എന്നൊരു പണ്ഡിതന്മാർ പോലും പറയാത്ത അത്തരത്തിലുള്ള ഒരു കാര്യത്തിനു വേണ്ടി ഇത്തരം എന്നാൽ വളരെ കൃത്യമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അത് ശിർക്കുൻ അക്ബറാണ്, മില്ലത്തിൽ നിന്നും പുറത്തു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കുൽ അക്ബറാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരാണല്ലോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അടക്കമുള്ള പണ്ഡിതന്മാർ.
അല്ലേ? ബഹുമാനിയ സഹോദരൻ സുഹൈൽ യൂസുഫ് അല്ലാഹു മിൻ കുല്ലി സുഇൻ വ മക്റൂഹ്, അദ്ദേഹം വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അത് കൃത്യമായി ശിർക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണത് പറയാൻ കാരണം? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അല്ലാഹുവിന്റെ അധികാര പരിധിയിൽ അല്ലാഹു ആർക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ചോദിക്കാവൂ. അതിന് കഴിവ് നൽകപ്പെട്ടിട്ടില്ല വേറൊരു വ്യക്തിക്കും, ഒരു ശക്തിക്കും അത് നൽകപ്പെട്ടിട്ടില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാര പരിധിയിലുള്ളതാണ്. അത് അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും എങ്ങനെയും കേൾക്കുകയും അത് മാത്രമല്ല കേട്ട് ഉത്തരം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ഒരു ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹം നമ്മുടെ വിളികൾ കേൾക്കും, നമ്മുടെ മനസ്സിലുള്ളത് അറിയും, എന്നിട്ട് നമുക്ക് ഉത്തരം നൽകും. ഇതല്ലേ നിങ്ങളുടെ വിശ്വാസം? എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചു ചോദിച്ചാലും അത് കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് പറയുന്ന വിശ്വാസം അത് ശിർക്കിന്റേതാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ എത്രയെത്ര ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുത്തിട്ടുള്ളത് അതൊന്നും മനസ്സിലാക്കാതെയും കാണാതെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഈ ഒരു സംസാരം കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ തെര്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ഖാലിഖ്, അവനാണ് മാലിക്, അവനാണ് റാസിഖ്, അവനാണ് ഇലാഹ്. അത്തരത്തിലുള്ള റബ്ബിനെ അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ റബ്ബിനോട് മാത്രമാണ് ചോദിക്കേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം, അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് ദുആ കേൾക്കുകയും ആ ദുആഇന് ഉത്തരം ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത്. അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ, അവർക്ക് സമർപ്പിച്ചാൽ സഹോദരങ്ങളെ അത് ശിർക്കാണ്. ഇസ്ലാമിന്റെ വൃത്ത